നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാതവന്ദനം. ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ജ്ഞാനപ്പാന അമൃതത്തിൻ്റെ അടുത്ത വരികളിലേക്ക് നമുക്ക് നോക്കാം. 5ാമത്തെ സ്റ്റാൻസ. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ, യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ഇവിടെ പറയുന്നത് കഴിഞ്ഞ സ്റ്റാൻസുകളിലും മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് പലജാതി മനസ്ഥിതി ഉള്ളവർക്ക് പ്രപഞ്ചസത്യം അറിയേണ്ടതുള്ളത് കൊണ്ട് ആണ് വിവിധങ്ങളായ ശാസ്ത്രങ്ങളും ദർശനങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പല പല ശാസ്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങൾ, യോഗങ്ങൾ, സാഖ്യയോഗം, അങ്ങനെ എല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത്. കർമ്മത്തിന് അധികാരിയായവർക്കും അതിൽ താല്പര്യമുള്ളവർക്കും വേണ്ടിയുള്ളതാണ് കർമ്മയോഗം. സാഖ്യയോഗം, യോഗശാസ്ത്രങ്ങൾ എന്നിങ്ങനെ അസംഖ്യം ശാസ്ത്രങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം അങ്ങനെ നിൽക്കട്ടെ. ഇവിടെ പറയുന്നത് പരമമായ മുക്തി ലഭിക്കുവാൻ, എന്തിനാണ് പരമമായ മുക്തി ലഭിക്കുവാൻ, മോക്ഷപ്രാപ്തിക്ക് ചുരുക്കി പറഞ്ഞാൽ പല മാർഗങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, സാഖ്യയോഗം, ധ്യാനയോഗം എന്നിങ്ങനെയുള്ള അവ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ്. ഓരോരുത്തർക്കും അവൻ ഏതിനാണ് അർഹൻ എന്ന് കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് സ്വയം തിരിച്ചറിവുണ്ടാവുക, ആ മാർഗം സ്വീകരിക്കാവുന്നതാണ്. ഭഗവത്ഗീതയിൽ ഇവയെല്ലാം സവിസ്തരം പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. കർമ്മയോഗം എന്ന അധ്യായത്തിൽ മനോഹരമായി അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങളെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അവയെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ അവസാനമില്ല. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞത് മനസ്സിലായല്ലോ. ഏതിനാണ് നാം അർഹനെന്ന് സ്വയമുള്ള തിരിച്ചറിവുണ്ടായി പ്രവർത്തിക്കുക, അതാണ് മുക്തിമാർഗത്തിന് ഏറ്റവും ഉത്തമം. ഞാൻ ആരാണെന്ന് ഇതുവരെയും എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാരും എല്ലാം, ശങ്കരനും ബുദ്ധനും എല്ലാവരും തേടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണെന്ന് കണ്ടെത്താൻ നമ്മൾ എവിടെ എത്തണം? പരമപദം പ്രാപിക്കണം, ബ്രഹ്മപദം പ്രാപിക്കണം, എന്നാലേ അത് മനസ്സിലാവൂ. അതുവരെ ഞാൻ ആരാണെന്നുള്ള അന്വേഷണത്തിലായിരിക്കും നാം. അതുകൊണ്ട് സ്വയം നാം എന്തിന് അർഹനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ച് നാമസങ്കീർത്തനത്തിലൂടെ കലിയുഗത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തി നേടാം. ഇതാണ് കവി ഈ വരികളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ നാം 25-26 വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വരികളുമായി അടുത്ത ദിവസം കാണാം. ഏവർക്കും നല്ലൊരു പ്രഭാത വന്ദനം, ശുഭസുദിനം നേരുന്നു. ശാന്തിയും സമാധാനവും എന്നുള്ള നല്ലൊരു ദിവസം, സന്തോഷപൂർണ്ണമായ ദിവസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമസ്കാരം.